ബിനിൽ, ഈ ക്ഷണിച്ചു വരുത്തിയ അപകടം എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലേ, ആ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഓരോ കാര്യം പോയിരിക്കുന്നത്. നോക്കൂ, വിള്ളലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു, 24ഓളം കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകുന്നു, അവരുടെ അടുത്ത് മാറി താമസിക്കാൻ പറയുന്നു, ഒക്കെ ആ ഒരു നടപടികളൊക്കെ പോകുന്നു. അതിനിടയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവർ ഈ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പക്ഷേ ഈ വിള്ളലുണ്ട് എന്ന് പറയുന്ന ആ സമയത്ത് പോലും ഇവരുടെ അടുത്ത് മാറി താമസിക്കാൻ പറഞ്ഞ ആ വൈകി വേളയിൽ പോലും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കേണ്ടത്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് അവിടെ നടക്കുന്നത് എന്ന് പല ആവർത്തി പറഞ്ഞിട്ട് പോലും അതിൽ കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാത്തത് കൊണ്ട് മാത്രം സംഭവിച്ച ദുരന്തമായി മാറിയിരിക്കുകയാണിത്. തീർച്ചയായും ഇതൊരു മനുഷ്യനിർമ്മിതമായ ദുരന്തം തന്നെയാണ്. അതായത് യാതൊരു മുൻകരുതലുകളുമില്ലാതെ ദേശീയപാത അതോറിറ്റി ആ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു, കരാർ കമ്പനി മുന്നോട്ട് പോകുന്നു, വലിയ യന്ത്രസാമഗ്രികൾ കൊണ്ടുവന്ന് ലൂസായിട്ടുള്ള മണ്ണിൽ വലിയ രീതിയിൽ പൊട്ടിക്കൽ നടത്തുന്നു, പാറ പൊട്ടിക്കുന്നു, മണ്ണ് ചെത്തിയെടുക്കുന്നു. അങ്ങനെ ഒന്നും അവർ മുൻകരുതലുകൾ എടുക്കാതെ മുന്നോട്ട് പോയപ്പോൾ ക്ഷണിച്ചു വരുത്തിയ ഒരു ദുരന്തം എന്ന് പറയേണ്ടി വരും. ആ ദുരന്തത്തിലെ ഒരു ഇരയാണ് ഇന്ന് ബിജു. അതുപോലെ ഒരുപാട് ഇരകളുണ്ട്. നമുക്കൊപ്പം ഇപ്പോഴുള്ളത് ഉണ്ണി. അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ വീട് ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. അതായത് ഇന്ന് അദ്ദേഹത്തിന്റെ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ താങ്കൾ നിൽക്കുന്നിടത്താണ് താങ്കൾ താമസിച്ചിരുന്നത്. വീടിന്റെ എന്തെങ്കിലും ഇപ്പോൾ അവശേഷിക്കുന്നു? ഒന്നും കാണാനില്ല, ഒരു സാധനമില്ല. ഇവിടെ 2 കട്ട മറിഞ്ഞിടണം മാത്രമേ ഉള്ളൂ. ഒരു 8 മീറ്റർ പൊക്കത്തിൽ മണ്ണുണ്ട് ഇവിടെ വന്നു കിടക്കണം. താങ്കൾ ഇപ്പോൾ നിൽക്കുന്നത് താങ്കളുടെ വീടിന്റെ മുകളിലാണ്. എപ്പോഴാണ് ഇവിടെ നിന്ന് മാറിയത്? ഇന്നലെ ഒരു 5 മണിയാകുമ്പോഴത്തേക്കും കൊച്ചു മാറിയായിരുന്നു. ഞാൻ വരുമ്പോൾ 8 മണിയായി പണിയും കഴിഞ്ഞ് വന്നപ്പോൾ കൊച്ചു പറഞ്ഞു മാറിക്കോളാൻ പറഞ്ഞു. ഇതിക്ക് മുമ്പ് ഇവരൊന്നും പറഞ്ഞില്ല, മാറാനൊന്നും പറഞ്ഞില്ല. തലേദിവസം വന്നിച്ച് പറഞ്ഞ് മാറിക്കോളാൻ പറഞ്ഞപ്പം മാറാൻ പറ്റിയില്ല. ഒരു വീട് എടുക്കാണ്ട് മാറാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇന്ന് മാറാനിരുന്നു ഞങ്ങൾ. എന്നിട്ട് വന്ന് ഒരു പുതപ്പും ഒരു പായ എടുത്തു, ഒരു തലണെടുത്തുകൊണ്ട് ഞാനങ്ങ് പോകുന്നു. കൊച്ചിൻ്റെ അടുത്തേക്ക് പോയി, സ്കൂളിലേക്ക് പോയി. രാത്രി 8 മണിക്കാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഞങ്ങൾ 2 പേരും, അഭിലാഷൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനെ കൊണ്ട് വന്നേ ഇങ്ങോട്ട്. അഭിലാഷിൻ്റെ വീട് കാണുന്നത്. അവിടെ ചെന്ന് ഭക്ഷണം കൊണ്ടു തന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴിച്ചിട്ട് റൂമിലേക്ക് മാറിയിരുന്നപ്പോഴാണ് ഇവിടെ പൊട്ടിയെന്നും പറഞ്ഞ് വിളിക്കണം. പിന്നെ ഇങ്ങോട്ട് വിട്ടില്ല. അതായത് താങ്കൾ 8 മണിക്ക് ഇവിടെ നിന്ന് ഒരു പുതപ്പും എടുത്തുകൊണ്ട് പോകുന്നു. അത് മാത്രമേ കയ്യിലെടുക്കാൻ പറ്റുള്ളൂ. അത് മാത്രം എടുത്തു. ജീവിതത്തിന്റെ ബാക്കി എല്ലാ സമ്പാദ്യങ്ങളും ഇവിടെ ഇതിനടിയിലാണ്. എന്താ ജോലി? കൂലിപ്പണിയാ, വേറെ ഒന്നുമില്ല. അതായത് കിടപ്പാടം പൂർണ്ണമായും നശിച്ചുപോയി. കിടപ്പാടം എന്ന് പറഞ്ഞാൽ ഞാൻ വാടകയ്ക്ക് അവിടെ കിടക്കണം. ഇതിനകത്ത് 1.5 കൊല്ലമായി വാടകയ്ക്ക് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട്. അതിനകത്തുണ്ടായിരുന്ന എല്ലാം നശിച്ചു, ഒന്നുമില്ല. കുട്ടി പോയപ്പോൾ വേറെ എന്തെങ്കിലും എടുത്തിരുന്നു? ഇവിടെ കൊച്ചിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്തു കൊണ്ടുപോയി. കൊച്ചി സിലിത്തോട് സ്കൂളിലെ ഡെയിലി വേനത്തിന് പഠിപ്പിക്കുക, ഇരുമ്പുകാലത്ത്. നിങ്ങളോട് ആരെങ്കിലും മുൻപ് വന്ന് പറഞ്ഞിരുന്നു ഇത് ഒരു അപകടാവസ്ഥയിലാണ് മാറണമെന്ന് പറഞ്ഞത്? ഇവിടെ വന്ന് മാറ്റി ചെയ്ത് പഞ്ചായത്ത് നമ്പറൊക്കെ കൂടി വന്ന് മാറ്റി ചെയ്ത് ഇന്നലെ 5 മണിക്ക് ശേഷം കമ്മിറ്റി കൂടിയിട്ട് മാറ്റി ചെയ്ത് മാറണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണല്ലോ മാറിയത്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത് മണ്ണിടിഞ്ഞ് തുടങ്ങിയിരുന്നു അവിടെ? അത് മിനിയാന്ന് രാത്രി ഞങ്ങളിവിടെ കിടക്കുമ്പോൾ ഇവിടെ ഭയങ്കര പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മുകളിൽ. അന്നേരം മണ്ണിടിയുമ്പോൾ സൗണ്ടും ഭയങ്കരമായിരുന്നു. മണ്ണിടിഞ്ഞ് ചാടിയായിരുന്നു മിനിയാന്ന് 4 മണിക്ക് ഇവിടെ. അന്നത്തേക്കും 4 മണിക്ക് ഇടിഞ്ഞാൽ ഞങ്ങളെല്ലാം ഇവിടുന്ന് മാറി. കുറേ ആൾക്കാർ ഇവിടുന്ന് പോവുകയും ചെയ്തു. അതായത് നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് ഇതിനു മുമ്പ് തന്നിരുന്നു? ഒരു 2 ദിവസം മുമ്പ് ഇങ്ങനെ മുന്നറിയിപ്പ് തന്നാലേ നമുക്ക് സാധനമൊക്കെ എടുത്ത് മാറാൻ പറ്റുള്ളൂ. ആരും ഒന്നും പറഞ്ഞിരുന്നില്ല? പഞ്ചായത്ത് നമ്പർ ഒന്ന് പറഞ്ഞു, ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു മാറാൻ പറഞ്ഞു. പിന്നെ വില്ലേജ് ഓഫീസർ ഒന്ന് നോട്ടീസ് ഇതുപോലെ ഒട്ടിച്ചു വെച്ചു. ആ നോട്ടീസ് ഞാൻ എടുത്തുകൊണ്ട് പോയായിരുന്നു ഇന്നലെ. ഇപ്പോൾ കൈ പിടിച്ചോളണം എന്ന് പറഞ്ഞു. ആ വീടിൻ്റെ വാതിലിലേക്ക് നമ്മുടെ ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ കാണാം ഈ നാട്ടുകാർക്ക് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് നോട്ടീസ് നൽകിയത്. ആ നോട്ടീസ് നൽകുന്നത് ഇന്നലെയാണ്. അതായത് ആ വിവരം പോലും അവരെ ഏറ്റവും വൈകിയ വേളയിൽ അറിയിക്കുന്നു. പക്ഷേ ഇന്നലെ എങ്കിലും ഇവിടെ നിന്ന് മാറാൻ കഴിഞ്ഞവർക്കാണ് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടെ സ്വന്തം ഇതുവരെയുള്ള മുഴുവൻ സമ്പാദ്യങ്ങളും നശിച്ചുപോയ ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരുപാട് വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു.
പറയുന്നു. ആ വീടുകൾ ഏതാണ്ട് 8ഓളം വീടുകൾ ഇവിടെ തന്നെ ഈ മണ്ണിനടിയിലില്ലേ? മണ്ണിനടിയിലുണ്ട്. 8 വീട് ഇവിടെ തന്നെ 4 വീടുണ്ട്. ആ വീടിൻ്റെ ഇവിടെ കൂട്ടി, പിന്നെ മേളിലുണ്ട് 2-3 വീട്. ആ വീടിൻ്റെ പകുതി പോയിരിക്കുക. ഇനി എങ്ങനെ ഈ സമ്പാദ്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കും? അതെന്തെങ്കിലും ഒരു ആവില്ല, എന്നാ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനില്ല. എങ്ങനെ തിരിച്ചു പിടിക്കാനാ? ഇനി പണിയെടുത്തുണ്ടാക്കണം. ഇന്ന് ഞങ്ങൾ മാറാനായിട്ടിരുന്നാൽ വിടുന്നു. സാധനമൊക്കെ എടുത്ത് മാറ്റാമെന്ന് പറഞ്ഞു. ഇന്നലെ കുറച്ച് മാറ്റാമെന്ന് പറയുമ്പോൾ കൊച്ചു പറഞ്ഞു എന്നാൽ മാറ്റണ്ട, നാളെ രാവിലെ പോയി മാറ്റാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇന്നലെ ഇത് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ വീണേനെ, ഇതിനടിയിൽ പോയനെ. പറയാൻ പറ്റണമല്ലോ. വളരെ ദുഃഖകരമായ കാഴ്ചകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് എല്ലാ ജീവിത സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട ഒരുപാട് മുഖങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു എന്നതാണ്. കാരണം അവരുടെയൊക്കെ തീർത്തും സാധാരണക്കാരാണ്, കൂലിപ്പണിക്കാരാണ്. ഓരോ ദിവസവും അവർ ജോലി ചെയ്ത് അതിൽ നിന്ന് മിച്ചം വയ്ക്കുന്നത് കൊണ്ട് മാത്രം അവർ ജീവിതത്തിൽ ഓരോന്നും നേടുന്നവരാണ്. അവർക്ക് ആണ് ഇത്തരത്തിൽ വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരു സ്ഥലത്ത്, അതായത് ലക്ഷം വീട് കോളനിയിൽ 2 സെന്റിലും 3 സെന്റിലും ചെറിയ വീടുകളൊക്കെ വെച്ച് കഴിയുന്നവർ, അവർക്ക് അത്രമാത്രമേ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ അത്രമാത്രമേ സമ്പാദ്യങ്ങളുള്ളൂ. അവർക്കാണ് ഈ ദുരന്തം നേരിടേണ്ടി വന്നിരിക്കുന്നത്, ഈ മനുഷ്യനിർമ്മിതമായ ദുരന്തം നേരിടേണ്ടി വന്നിരിക്കുന്നത്. അവരുടെ ഒന്നും കുറ്റം കൊണ്ടല്ല ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈ ദേശീയപാത അതോറിറ്റിയുടെ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാർ കമ്പനിയുടെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ ആ ഒരു നാട്ടിലെ സാധാരണക്കാരായ, തീർത്തും സാധാരണക്കാരായ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. തീർച്ചയായിട്ടും കേൾക്കുമ്പോൾ ഒരുപാട് വേദന തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ആ നമ്മളടുത്ത് സംസാരിച്ച ആ ഒരു മനുഷ്യൻ, വിരലെടുത്ത് നിന്ന് സംസാരിച്ച ആ മനുഷ്യൻ, അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ വീടിന് മുകളിലാണ്. ആ വീടിപ്പോൾ കാണാൻ പോലും പറ്റുന്നില്ല. എല്ലാം തകർന്ന് തരിപ്പണമായി പോയിരിക്കുന്നു. മണ്ണ് വന്ന് മൂടിയിരിക്കുന്നു. ഇതുവരെയുള്ള സമ്പാദ്യമെല്ലാം ചേർത്ത് വെച്ചായിരിക്കും ഒരുപക്ഷെ ഒരു വീട് ഉയർത്തിക്കൊണ്ടുവന്നത്. ആ സംസാരിച്ച ആ മനുഷ്യൻ കൂലിപ്പണിക്കാരനാണ്. ഉള്ളതെല്ലാം ചേർത്ത് വെച്ച് എങ്ങനെയോ മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ടു വന്നൊരു വീടാണ്. അതാണ് ഈ രീതിയിൽ തകർന്നു പോയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാനാണ്? വാടക വീട്ടിലേക്ക് മാറുകയാണ്. മുന്നിലേക്കുള്ള കാര്യം എങ്ങനെയാണ്? കുഞ്ഞുങ്ങളുടെ സർട്ടിഫിക്കറ്റും എടുത്തുകൊണ്ട് മാത്രമാണ് അവിടെ നിന്നും പോയത്. അത് മാത്രമേ ഇനി ആകെയുള്ള ഒരു സമ്പാദ്യമായിട്ട് അവരുടെ മുന്നിലുള്ളൂ. അങ്ങനെ ഓരോ മനുഷ്യരും, അവിടെയുള്ളവരെല്ലാം വേദനയോടുകൂടി മാത്രമാണ്. 6 വീടുകൾക്ക് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നത്. അതൊക്കെ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. ബിജുവിൻ്റെയും സന്ധ്യയുടെയും വീട് തന്നെ നമ്മൾ കണ്ടതാണ്. അതൊന്നും നമുക്ക് ശരിക്കും കണ്ടു നിൽക്കാൻ പോലും പറ്റാത്തത്ര കാഴ്ചകളാണ്. പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്ന് ഉറപ്പായിട്ടും പറയാം. രാവിലെയോടുകൂടി ബിജുവിൻ്റെ സഹോദരി നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ശരിക്കും നടന്നത് എന്നുള്ളത്. കാരണം കുടുംബ വീട്ടിലായിരുന്നു അവരുള്ളത്. അവരുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ച് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ബിജുവും സന്ധ്യയും സ്വന്തം വീട്ടിലേക്ക് തിരികെ മടങ്ങി വരുന്നത്. അപ്പോൾ ഈ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പിനെ തുടർന്ന് ഇവർ തറവാട്ടിലായിരുന്നു താമസം. വീട്ടിലെത്തി ഒരു 20 മിനിറ്റ് ആകുന്നതിന് മുൻപ് ഈ മണ്ണിടിഞ്ഞു വീണു എന്നാണ് ബിജുവിൻ്റെ സഹോദരൻ്റെ ഭാര്യയായ അഞ്ജു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്.